ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നെ ഉപദേശിക്കാനാന്നേ അകത്തോട്ട് വരണ്ട. പാറപ്പുറത്ത് ആരെങ്കിലും വിത്ത് വിതയ്ക്കോടാ? പാറപ്പുറത്ത്. ഓഹോ, സ്തുതിയായിരിക്കട്ടെ. അച്ചോ വന്നിട്ട് പുറത്തന്നെ നിക്കുവന്നോ? അകത്തേക്ക് വന്നാട്ടെ. ഓ, ഇനിയിപ്പൊ ഞാനായിട്ട് എന്നാത്തിനാ കുറയ്ക്കുന്നേ? വന്നാട്ടെ. അച്ചോ വന്ന കാലേ നിൽക്കാതെ ഇരുന്നാട്ടെ. എടി, അച്ഛൻ പറഞ്ഞത് കേട്ടായിരുന്നോ? പാറപ്പുറത്തെ വിത്ത് വിതയ്ക്കലെന്ന്. എന്ന് വെച്ചാ ഞാൻ വെറും പൊട്ടനാണ്. അയ്യോടാ കുഞ്ഞെ, ഞാനതൊരു വാക്യം പറഞ്ഞതല്ലയോ. ഹൃദയശുദ്ധി ഇല്ലാത്തവനോ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടും. കുടുംബത്തെ മറന്ന് സ്വന്തം സൗകര്യം മാത്രം തിരയുന്നവനോ നിന്ദിക്കപ്പെടും. അങ്ങനെയൊക്കെ പറയുന്നത് പോലെ. മനസ്സിലായി. അതും എനിക്ക് ഇട്ട് തന്നെ. അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും? അയ്യോ, അച്ഛന് മുടിഞ്ഞു തിരക്കാ ഇല്ലയോ അച്ചോ? വേണ്ട, കണ്ടോ? വലിയ സൽക്കാരൊന്നും വേണ്ടെന്നല്ലോടാ കുഞ്ഞെ അതിന്റെ അർത്ഥം. എനിക്ക് രണ്ടെണ്ണം കയറ്റി പറയാൻ അറിയാം. സത്യം പറഞ്ഞ ഞാൻ മടിച്ചും പേടിച്ചൊക്കെ ഇങ്ങോട്ട് വന്നേ. ഇവിടുന്നൊരു സഹായം വേണേ വന്നല്ലേ പറ്റൂ. എന്നതാ വല്യപ്പച്ച? മോളെ, പള്ളി പെരുന്നാളിന് തരികല പിരിവല്ലയോ? എന്റെ തല പോയാലും 5 പൈസ തരികല. സത്യത്തിൽ നിനക്ക് തലയുണ്ടോടാ? വീണ്ടും അർത്ഥം വെച്ച് കുത്തുവാ. അച്ഛൻ പറ. പെരുന്നാളിന് പള്ളിയിൽ ഒരു നാടകം ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ എഴുതി സംവിധാനം ചെയ്യുന്നത്. അതേല് നായികയായി ടെസ്സമോൾ അഭിനയിക്കും. നല്ല നാടകമാണ്. നല്ല ഗുരുത്തുള്ള കഥാപാത്രം. എല്ലാ അച്ഛന്റെ ആഗ്രഹം. ഏതച്ഛന്റെ? പള്ളിയിലച്ഛന്റെയോ ഇവിടെ അച്ഛന്റെയോ? നാടക നടി, അതും വർക്കിയുടെ മോള്. ലോഹ ഇട്ടാ പിന്നെ എല്ലാവരും തുല്യരാ. സ്വന്തം അപ്പനാണേലും ബന്ധം വെച്ച് സഹായിക്കാൻ പാടില്ല എന്നൊക്കെ ന്യായം പറയുന്ന ആളല്ലയോ ഇവൾ. അഭിനയിക്കേല ഒന്നും പറയണ്ട. ചില കാര്യങ്ങളില് ഞാൻ ഇവരുടെ താളത്തിന് തുള്ളിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഈ വാക്കെങ്ങാനും തട്ടിയാല് പള്ളിയിൽ വന്ന് സ്റ്റേജിൽ ഞാൻ ബോംബ് വയ്ക്കും. സാരമില്ല, നിങ്ങൾ വിഷമിക്കണ്ട. പോവാന്നോ? അല്ല അച്ചോ, അതെ, ഇവക്ക് ന്യൂസിലൻഡിൽ പോകാൻ ഒരു 10 ലക്ഷം രൂപ വേണം. അപ്പൊ അതേലൊരു 5 രൂപ പള്ളിയെന്ന് തരാമെങ്കിൽ ഇവിടെ വിടാം. ഇല്ലയോടി? വേണ്ട, അങ്ങനെ പകരത്തിന് പകരൊന്നും വേണ്ട. വല്യപ്പച്ചൻ വിഷമിക്കണ്ട. മറ്റാരെങ്കിലും വെച്ച് അഭിനയിപ്പിച്ചോ. മോളെ, നീയാണ് അതിൽ നായികയായിട്ട് അഭിനയിക്കണമെന്ന് കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ടേ. അതങ്ങനെ തന്നെ നടക്കും. പോട്ടോടാ. അല്ല അച്ചോ, ഒന്നുകൂടെ ആലോചിച്ചു പോലെ. നീ എന്നെ അച്ചോന്ന് വിളിക്കുമ്പോ എന്റെ അപ്പനെ വിളിക്കുമ്പോലാ. പിന്നെ ആദ്യം നമ്മൾ രണ്ടുപേരുടെ അപ്പനായിരുന്നെന്ന് ആലോചിക്കുമ്പോഴാ ഒരു സമാധാനം. നന്നാവും, നീ നന്നാവൂടാ. കർത്താവ് ആരെയും കൈവിടത്തില്ല. ശരിയാ അച്ചോ. പയ്യ പോണേ, അവിടെ എങ്ങാണ്ടൊരു കല്ലട കിടപ്പുണ്ട്. നീയൊക്കെ ഉള്ളിടത്ത് കല്ല് മഴയാടാ പയ്യ. പറഞ്ഞ കേട്ടോ? സത്യല്ലേ പറഞ്ഞത്? എടീ സുലു. വാ വാ. സമ്മതിച്ചായിരുന്നു അച്ചോ? ഞാനാ ഹീറോ എന്ന് പറഞ്ഞു. എന്തു പറഞ്ഞു? ഹീറോയുടെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്. 5 ലക്ഷം രൂപ? ടെസമോക്ക് ന്യൂസിലാൻഡിൽ പോയി പഠിക്കാൻ 5 ലക്ഷം രൂപ കൊടുത്താലേ നാടകത്തിൽ അഭിനയിക്കാൻ വിടത്തുള്ളന്ന്. അതൊരു കാര്യം ഇടപെടായി പോയില്ലോ. ഇല്ല, സമ്മതിക്കത്തില്ല. എന്റെ ചേട്ടായുടെ കാശ് അത് അനാവശ്യമായിട്ട് ചെലവഴിക്കത്തില്ലെന്ന് എനിക്കറിയാം. ചുമ്മാ പിൻവലിക്കുന്നേ, എടുക്കുന്നേ. എങ്ങനെ ഇതൊക്കെ വരയ്ക്കണേ? കൊള്ളാം, കിടും. വാ, ഇനി എന്നെ വരയ്ക്ക്. ഒരു ഹെൽപ്പ് ചെയ്യടാ. എന്നാടാ? എടാ, നീ ആ മാത്സിന്റെ ഹോംവർക്കും ചെയ്തെന്നേ. ചിലപ്പോ ബ്രോക്കർ നിൽക്കിട്ട് പണി വരും. പ്ലീസ് ഡാ. എടാ, ഞാനാ ചെയ്തതെന്ന് സാറ് പറഞ്ഞാ. ഇല്ലെന്നേ. നീ ആരാ? ഞങ്ങളെ കാണപ്പെട്ട് ദൈവമല്ലോടാ. അത്ര തള്ളൊന്നും വേണ്ട. എന്നാ എന്റെ ആദ്യം ചെയ്. വന്നടാ, നീ വിട്ടേ. ഇതിനെ സാറുമാരെ സമരം. ആരും ഇറങ്ങി പോരുത്, ബാഗ് തുറക്കരുത്, എല്ലാം അതാത് സ്ഥലത്ത്. എന്താ പ്രശ്നം? പറഞ്ഞത് മനസ്സിലായല്ലോ. ടീച്ചറെ തുടങ്ങാം. അലക്സ് സാറേ, വീഡിയോ എടുത്തോ. ശരി സാറേ.
ബാഗ് തുറക്കടാ. ആ ബലം പിടിക്കണ. അത് ശരി. എന്റെ കൊള്ളാല. ആപ്പിള്, ഓറഞ്ച്. ടീച്ചറേ, ഇവന്റെ ബാഗ് എന്തോ ഫ്രൂട്ട് സ്റ്റാളാണെന്ന് തോന്നണ്ടാ. കൈമാറ്റാ. ഈ ബാഗ് ആരുടെയാ? സാറേ, ആ ലൈറ്റ് ഒന്ന് കിട്ടാ. ആ ബാഗ് എടുക്കും. ആ, നിന്റെ ബാഗ്. വേറൊരു സാധനം നോക്കാനാടാ. ഇതാര് ഹീറോയാ? കഥയും ലേഖനവും മാത്രം എഴുതുള്ളൂ അതോ ആധാരം എഴുതോ? ഒരു ലാൻഡിന്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നേ, അത് നിന്നെ കൂടെ എഴുതിക്കാനാ. ആട്ടെ, നിന്റെ ബാഗ് എടുക്കും. എടുക്കടാ. നല്ല പേടിച്ചിര പരാഗ്. അലക്സ് സാറേ, വീഡിയോ എടുത്തോ? ശരി സാറേ. ബാഗ് തുറക്കടാ. ആ ബലം പിടിക്കണ. ടീച്ചറേ, ഇവന്റെ ബാഗ് എന്തോ ഫ്രൂട്ട് സ്റ്റാളാണെന്ന് തോന്നണ്ടാ. കൈമാറ്റാ. ഈ ബാഗ് ആരുടെയാ? സാറേ, ആ ലൈറ്റ് ഒന്ന് കിട്ടിട്ടാ. എന്താ നിന്റെ ബാഗ് ഇടറാ. ആ ബാഗ് എടുക്കും. ആട്ടെ, നിന്റെ ബാഗ് എടുക്കും. എടുക്കടാ. പേടിച്ചിര പരാഗ്. ഹീറോന്റെ ബാഗിൽ നിന്ന് പരാഗ്. ഇങ്ങ തന്നെ തരൂല. സാറേ കണ്ടല്ല മോനെ, ഞാൻ സാറല്ല, സ്റ്റാറാ. എന്റെ അടുത്തൊക്കെ സാർ, എനിക്കറിയില്ല എൻ്റെ ബാഗിൽ ഇതെങ്ങനെ. എനിക്കറിയില്ല സാർ. അതൊക്കെ നമുക്ക് ഹെഡ് മാസ്റ്റർ അടുത്ത് ചെന്നിട്ട് പറയാം. നടന്നേ. ടീച്ചർ, എനിക്കൊന്നും അറിയില്ല. എന്താടാ ഇത്? നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. സാറേ, ജോയൽ അങ്ങനെ ചെയ്യത്തില്ല. നീ വന്നേ വാ. അതെ, ക്ലാസ് ടീച്ചർ എത്തിയില്ലല്ലേ? വരട്ടെ. നിന്നെ കുറിച്ച് എന്നാ നാവാ. വന്ന് കാണട്ടെ. ഇങ്ങനെ നടക്കട. നടക്കടാ. അങ്ങോട്ട് പോ. ടീച്ചർ, ടീച്ചർ വാ. എനിക്കൊന്നും അറിയാൻ പറ്റില്ല ടീച്ചർ. ഇത് ഇവന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാ. പോലീസിനെ അറിയിക്കണമെന്ന എല്ലാവരുടെയും തീരുമാനം. പോലീസിനെ അറിയിക്കാനോ? സാർ എന്താ ഈ പറയണേ? നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ ഇവനെ. സർ, ഇവനിത് ചെയ്യത്തില്ല. ഇതേ ഇവന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാ. അപ്പൊ പിന്നെ ഇതെന്നാ മായാജാലോ? അന്തരീക്ഷത്തിൽ നിന്ന് പറന്നു വന്ന് ബാഗിൽ കയറാൻ. മായാജാലാണെന്ന് തന്നെ വെച്ചോ. സാറേ, നിരോധിത വസ്തുക്കൾ സ്കൂളിൽ കണ്ട അതിന്റെ പേരിൽ നടപടി എടുക്കുക തന്നെ വേണം. എന്ന് വെച്ച് പാവപ്പെട്ട ഒരു കുട്ടിയെ കൊടുക്കണമെന്ന് വിചാരിച്ച അത് ഞാൻ സമ്മതിക്കില്ല. അതിനി എന്ത് വന്നിട്ടാണേലും ശരി, ഞാൻ സമ്മതിക്കില്ല. അതെ, സ്വർണം കായ്ക്കുന്ന മരം ആണേലും നമ്മുടെ പൊരയ്ക്ക് മീതെ വളർന്നാലേ. ടീച്ചറെ, പഴഞ്ചൊല്ലൊക്കെ എനിക്കും അറിയാം, പറയിപ്പിക്കരുത്. സർ, നമ്മുടെ സ്കൂളിന്റെ അല്ല, നമ്മുടെ നാടിന്റെ തന്നെ അഭിമാനമാണ് ഈ നിൽക്കുന്നത്. എനിക്കിവിടെ നിയമമല്ല, സത്യമാണ് പ്രധാനം. ഏതായാലും പോലീസിനെ വിളിക്കും. എനിക്കും പോലീസിനോട് ചിലതൊക്കെ പറയാനുണ്ട്. ചേട്ടത്തിക്ക് അപ്പുറത്ത് പണിയൊന്നുമില്ലേ? ചെന്നാട്ടെ. സാർ എന്നാ പറയുന്നു? അത് ജോയൽ ഇതിൽ തെറ്റുകാരനല്ലെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും ഒന്നുകൂടെ വിജിലന്റ് ആവണം. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പോലീസിന് വരുത്താം. വിജിലന്റ് ആവാനൊന്നുമില്ല സർ. എന്നോടുള്ള വിരോധം കൊണ്ട് എന്റെ കുട്ടികളെ കരുവാക്കാനുള്ളൊരു ശ്രമമാണ്. ജോയലിന്റെ കാര്യം ഞാൻ ഏറ്റു സർ. കേട്ടല്ലോ, നിങ്ങൾ ചെല്ല്. നമ്മൾ ഇന്നലെ പഠിച്ചതിന്റെ ബാക്കി ജോയലെ, എല്ലാവരും എന്താടാ ഇത്? നോക്ക്, ജീവിതത്തിൽ ഇമാതിരി സിറ്റുവേഷൻസ്, പ്രതിസന്ധികൾ
അപ്പോഴല്ലേ നമ്മൾ കൂടുതൽ ബോൾഡ് ആവണ്ടേ? ഇതൊക്കെ നമുക്ക് ലൈഫിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കണം. എന്താ അങ്ങനെ വേണ്ടേ? ടീച്ചർ, ഇത് ഞാനല്ല, എൻ്റെ ബാഗിലാരോ. എനിക്കറിഞ്ഞൂടെ കുട്ടി നിന്നെ. വിഷമിക്കാതിരിക്കെ. നോക്കു മോനെ, ജീവിതത്തിൽ നമുക്ക് എല്ലാത്തരം ഫ്രണ്ട്ഷിപ്പും വേണം, മോശ സ്വഭാവക്കാരും. നമ്മളിലെ നല്ല ക്വാളിറ്റീസ് നമുക്ക് അവരിലേക്ക് പകരാൻ കഴിയണം. മറിച്ച് അവരുടെ കുഴപ്പങ്ങൾ നമ്മളിലേക്ക് വരികയാണെന്ന് തോന്നിയ ഒരല്പം അകലം പാലിക്കണം. കരുതൽ വേണം. മനസ്സിലായോ? ഗുരുനാഥനല്ല, കുരുനാഥൻ എന്ന് വിളിക്കണ്ടേ? ഒരു പാവത്തിന് കള്ളനാക്കാൻ എന്നാ ഉത്സാഹമാ. ദേ, ടീച്ചർ പറഞ്ഞത് മനസ്സിൽ വെച്ചോ. ഒരു തുള്ളി പാഷാണം പാലേ വീണ ആ പാല കെട്ടുപോന്നെ. ചെല്ലേ. പാവം. നിന്നെ തന്നെടാ നമുക്കൊന്ന് കൂടണം കേട്ടോ.